ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. ബൈബിളിലെ സങ്കീർത്തനങ്ങൾ 51 17 പറയുന്ന ഈ വചനങ്ങൾ അഗാധമായ ആത്മീയ സത്യം ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഈ വചനത്തിൻ്റെ സാരം, ഈ വചനങ്ങളിലൂടെ ദൈവം നമ്മളുമായി പങ്കുവയ്ക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. എളിമയും പശ്ചാത്താപവും. ദൈവം മനുഷ്യരിൽ നിന്നും ആഗ്രഹിക്കുന്നത് വെറുമൊരു വഴിപാടോ ആചാരങ്ങളോ അല്ല, മറിച്ച് തെറ്റുകളെക്കുറിച്ച് ഓർത്ത് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്ന ഒരു മനസ്സാണ്. ഉരുകിയ മനസ്സെന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അഹങ്കാരം ഇല്ലാത്ത, ദൈവത്തിന് മുമ്പിൽ പൂർണ്ണമായി കീഴടങ്ങുന്ന ഒരു അവസ്ഥയാണ്. ദൈവത്തിൻ്റെ കരുണ. നാം വലിയ തെറ്റുകൾ ചെയ്താലും അത് വിനയത്തോടെ സമ്മതിച്ച് ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടുന്ന് നമ്മെ തള്ളിക്കളയുകയില്ല. ലോകം ഒരുപക്ഷെ തകർന്ന ഹൃദയങ്ങളെ അവഗണിച്ചേക്കാം, എന്നാൽ ദൈവം നുറുങ്ങിയ ഹൃദയത്തെ വിലമതിക്കുന്നു. കാരണം അവിടെയാണ് യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത്. മറ്റൊരു കാര്യം, ബാഹ്യമായ ചടങ്ങുകളേക്കാൾ പ്രധാനം മനസ്സിനാണ്. പഴയ നിയമകാലത്ത് പാപപരിഹാരത്തിനായി ബലികൾ അർപ്പിക്കുമായിരുന്നു. എന്നാൽ ആന്തരികമായ മാറ്റമില്ലാതെ ചെയ്യുന്ന ബലികളിൽ ദൈവം പ്രസാദിക്കുന്നില്ല എന്ന് ദാവീദ് രാജാവ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ഹൃദയപൂർവമായ പശ്ചാത്താപമാണ് ഏറ്റവും വലിയ ബലി. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മുടെ കുറവുകളും ബലഹീനതകളും തിരിച്ചറിഞ്ഞ് എളിമയോടെ ദൈവത്തിലേക്ക് തിരിയുന്ന ഒരാളെയും ദൈവം കൈവിടില്ല എന്ന വലിയ പ്രത്യാശയാണ് ഈ വചനം നൽകുന്നത്. നന്ദി.